അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് എടുക്കാനുള്ളത് റാഷണൽ എക്സ്പ്രഷൻസ് ആണോ. എന്താണ് റാഷണൽ എക്സ്പ്രഷൻസ്? നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. ഏതാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ ഫോമുള്ള നമ്പേഴ്സിനാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക. പി ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ അതെന്താണ് 1/2. ഉദാഹരണത്തിന് ഒരൊറ്റ കണ്ടീഷനുള്ളൂ, ക്യൂ ഒരിക്കലും എന്താകരുത്, സീറോ ആകരുത്. ക്യൂ എന്തായിരിക്കണം, സീറോ അല്ലാത്തതായിരിക്കണം. കാരണം ക്യൂ സീറോ ആയി കഴിഞ്ഞാൽ 1/0 എന്ന് പറഞ്ഞാൽ അതിനൊരു അറ്റല്ല. 1/0 എന്ന് പറഞ്ഞാൽ അത് ഒരു എൻഡ്ലെസ് ആയിട്ട് നമ്പറാണ്. അപ്പോൾ ക്യൂ ഒരിക്കലും എന്താകരുത്, സീറോ ആകരുത്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഉള്ളതിനാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 5/1 അല്ലെങ്കിൽ വെറും 5 എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറാണ്. കാരണം വെറും 5 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതാം, 5/1 എന്ന് എഴുതാം. അതുപോലെ തന്നെ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ റാഷണൽ നമ്പറാണ്. 1/1 എന്നുള്ളതാണ് 1 എന്നതുകൊണ്ട് ഉദ്ദേശം. ഓക്കെ അല്ലേ? ഒറ്റ കണ്ടീഷനുള്ള റാഷണൽ നമ്പറിന് എന്തായിരിക്കണം, അത് പി ബൈ ക്യൂ ഫോമിലായിരിക്കണം. പക്ഷെ ക്യൂ ഒരിക്കലും എന്താകരുത്, സീറോ ആകരുത് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷന് നമുക്ക് എങ്ങനെ പറയാം, അത് പി ബൈ ക്യൂ ഫോമിലാണെങ്കിൽ ഓക്കെ, ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ, അതായത് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഉള്ള ഒരു എക്സ്പ്രഷൻ. ആ ആൾജിബ്രിക് എക്സ്പ്രഷൻ പി ബൈ ക്യൂ ഫോമിലാകണം. അതുപോലെ തന്നെ പിയും ക്യൂയും എന്താകണം, സീറോ അല്ലാത്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ക്യൂ എന്നുള്ളത് സീറോ ആകരുത്. ഇവിടെ പിയും ക്യൂവും സീറോ അല്ലാത്തതാവണം. എന്നാൽ അതെന്താണ്, റാഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, റാഷണൽ നമ്പർ, റാഷണൽ എക്സ്പ്രഷൻ. റാഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആൾജിബ്രിക് എക്സ്പ്രഷൻ പി ബൈ ക്യൂ ഫോമിലാവുകയും പിയും ക്യൂയും സീറോ അല്ലാത്ത പോളിനോമിയൽസ് ആവുകയും ചെയ്താലാണ് അതിനെന്ത് പറയുക, ആൾജിബ്രിക് എക്സ്പ്രഷൻസ് പറയാം. അപ്പോൾ അല്ല, റാഷണൽ എക്സ്പ്രഷൻ. അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് പി ബൈ ക്യൂ ഫോമിലാണെങ്കിലാണ് എന്ത് പറയുക, അതിനെ റാഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താണ്, നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നമ്പേഴ്സാണത്. അപ്പോൾ റാഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് പി ബൈ ക്യൂ ഫോമിൽ വരുമ്പോഴാണ് അതിനെന്താ പറയുക, റാഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. x+1 അതൊരു പോളിനോമിയലാണ്, x+1 എന്നുള്ളത്. അതുപോലെ തന്നെ ബൈ x-1 അതും വേറൊരു പോളിനോമിയലാണ്. അപ്പോൾ രണ്ട് പോളിനോമിയലും പി ബൈ ക്യൂ ഫോമിൽ വന്നപ്പോൾ എന്തായി മാറി, അത് റാഷണൽ എക്സ്പ്രഷനായി മാറി. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ x² - 3x + 5. ഓക്കെ, x² ബൈ x² - 5. അപ്പം ഇതൊരു പോളിനോമിയലാണ്, ഇതൊരു പോളിനോമിയലാണ്. അപ്പം പിയും ക്യൂ എന്താണ്, ഇവിടെ പോളിനോമിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു റാഷണൽ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതിൽ കുറച്ച് നോട്ട്സ്, വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. ദ പോളിനോമിയൽ x² + 1 എന്നുള്ളത് റാഷണൽ എക്സ്പ്രഷൻ ആണ്. കാരണം വെച്ചാൽ x² + 1 എങ്ങനെ എഴുതാം, x² + 1/1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ 1 നമ്മൾ നേരത്തെ പോളിനോമിയൽസ് കാര്യം പറഞ്ഞപ്പോൾ 1 എന്നുള്ളൊരു സംഖ്യ പോലും എന്താണ്, ഒരു പോളിനോമിയൽ. കാരണം 1 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം, 1x⁻0 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം 5 എന്ന് എഴുതിയാൽ എന്താണ്, 5/1 എന്നുള്ളതാണ്. അത് റാഷണൽ നമ്പറാണ്. അതുപോലെ തന്നെ x² + 1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് റാഷണൽ എക്സ്പ്രഷൻ ആണ്. കാരണം അതിനെങ്ങനെ എഴുതാം, x² + 1/1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്കറിയാം, അതുപോലെ തന്നെ 1 എന്നുള്ള കോൺസ്റ്റന്റ് ഇവിടെ 1 എന്നുള്ളതാണ്. ആ ഡിനോമിനേറ്റർ എന്താണ്, പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0 ഡിഗ്രിയുള്ള പോളിനോമിയൽ. കാരണം 1 എന്നുള്ളതിന് എങ്ങനെ എഴുതൽ, 1x⁻0 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ദ പോളിനോമിയൽ 7 എന്നുള്ളൊരു പോളിനോമിയലാണ്. കാരണം 7 നമുക്ക് എങ്ങനെ എഴുതാം, 7x⁻0 എന്ന് എഴുതാം. ആ 7 എന്നുള്ള പോളിനോമിയൽ എന്താണ്, റാഷണൽ എക്സ്പ്രഷൻ. കാരണം അതിനെങ്ങനെ എഴുതാം, 7/1 എന്ന് എഴുതാം. കാരണം 7ഉം 1ഉം എന്താണ്, പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0. കാരണം 7നെ 7x⁻0 എന്നും 1x⁻0 എന്നൊക്കെ എഴുതാം. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ശ്രദ്ധിക്കുക. ഒബ്വിയസ്ലി എ റാഷണൽ എക്സ്പ്രഷൻ നീഡിങ് ടു ബി എ പോളിനോമിയൽ. ഒരു റാഷണൽ എക്സ്പ്രഷൻ എന്താണെന്നില്ല, അത് പോളിനോമിയൽ ആകണമെന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ റാഷണൽ എക്സ്പ്രഷൻ 1/x എന്നുള്ളത്, 1/x എന്നുള്ളത് എന്തല്ല, പോളിനോമിയൽ അല്ല. കാരണം പോളിനോമിയൽ ഈ 1/x എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, x⁻⁻1 എന്നുള്ളതാണ്. അപ്പോൾ ഒരു പോളിനോമിയൽ ആകണമെങ്കിൽ അതിൻ്റെ എക്സ്പൊണൻസ് എന്തായിരിക്കണം,
ഹോൾ നമ്പർ ആയിരിക്കണം. അതായത് 0, 1, 2 ഹോൾ നമ്പർ ആയിരിക്കണം. ഒരിക്കലും എന്താക്കരുത്, മൈനസ് ഉണ്ടാകരുത്. എന്നാലേ അതിനെന്താവുള്ളൂ, പോളിനോമിയൽ എന്ന് പറയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് 1 - x, അല്ലെങ്കിൽ പിന്നെ 1 - നമ്മൾ പോളിനോമിയലിൻ്റെ വേറൊരു കണ്ടീഷൻ പറഞ്ഞാൽ എന്താണ്, 1 - കണ്ടീഷൻ പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഒരിക്കലും എന്തുണ്ടാകരുത്, വേരിയബിൾ ഉണ്ടാകരുത്. ഓക്കെ അല്ലേ? നമ്മൾ പോളിനോമിയലാകാൻ കണ്ടീഷൻ പറഞ്ഞിരുന്നു. ഒന്ന് എന്താകരുത്, ഇവിടുത്തെ ശ്രദ്ധിക്കുക, അതിൻ്റെ പവർ ഒരിക്കലും മൈനസ് ആകരുത്. അല്ലെങ്കിൽ പവർ എപ്പോഴും എന്തായിരിക്കണം, അല്ലെ എക്സ്പൊണൻസ് എപ്പോഴും എന്തായിരിക്കണം, ഹോൾ നമ്പർ ആയിരിക്കണം. ഇവിടെ -1 ആണ്, അത് ഹോൾ നമ്പർ അല്ല. അല്ലെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഡിനോമിനേറ്ററിൽ ഒരിക്കലും എന്തായിരുന്നു, വേരിയബിൾ വരാൻ പറ്റില്ല. ഡിനോമിനേറ്ററിൽ വേരിയബിൾ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, പോളിനോമിയൽ അല്ല. ഇവിടെ വേരിയബിൾ വന്നു, ഇത് പോളിനോമിയൽ അല്ല. പക്ഷെ അതെന്താണ്, എക്സ്പ്രഷൻ, റാഷണൽ എക്സ്പ്രഷനിലെ കണ്ടീഷൻ എന്താണ്, ഈ ഡിനോമിനേറ്റർ ഒറ്റക്ക് എടുത്തു കഴിഞ്ഞാൽ, എക്സ് എന്ന് ഒറ്റക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊരു പോളിനോമിയലാണ്. ഒന്നിന്ന് വേറെ എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു പോളിനോമിയൽ. അപ്പം P/Q എന്നുള്ളത് ബൈ 1/x എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു P എന്നുള്ളത് ഒരു പോളിനോമിയലാണ്, എക്സ് എന്നുള്ളത് വേറെ പോളിനോമിയലാണ്. ഇത് രണ്ടും കൂടി കൂടിക്കഴിഞ്ഞാൽ എന്താണ്, അത് റാഷണൽ എക്സ്പ്രഷൻ ആയി 1/x എന്നുള്ളത്. പക്ഷെ അതൊരിക്കലും എന്താവില്ല, പോളിനോമിയൽ ആയിരിക്കില്ല. കാരണം ഒരു പോളിനോമിയൽ ഡിനോമിനേറ്ററിൽ എന്ത് വരില്ല, വേരിയബിൾ വരില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എ റാഷണൽ എക്സ്പ്രഷൻ നീഡ് ടു ബി എ പോളിനോമിയൽ. ഒരു റാഷണൽ എക്സ്പ്രഷൻ എപ്പോഴും എന്താണെന്നില്ല, പോളിനോമിയൽ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, റാഷണൽ എക്സ്പ്രഷൻ 1/x, അതായത് x⁻⁻1 എന്നുള്ളത് പോളിനോമിയൽ അല്ല. ഓൺ ദ കോൺട്രറി, എവരി പോളിനോമിയൽ ഈസ് ഓൾസോ റാഷണൽ എക്സ്പ്രഷൻ. എല്ലാ പോളിനോമിയലും എന്തായിരിക്കും, ഒരു റാഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും എന്നുള്ളത്. ഇനി വേറൊരു ഉദാഹരണം ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ 3 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത് എന്താണ്, x² + 1 എന്നുള്ളത് ഒരു പോളിനോമിയലാണ്, അല്ലെ റാഷണൽ എക്സ്പ്രഷൻ ആണ്. അതിന് x² + 1/1 എന്ന് എഴുതാം. അതുപോലെ തന്നെ പോളിനോമിയൽ 7 എന്നുള്ളത് റാഷണൽ എക്സ്പ്രഷനാണ്. കാരണം 7/1 എന്ന് എഴുതാം. 7ഉം 1ഉം എന്താണ്, 0 ഡിഗ്രിയുള്ള പോളിനോമിയൽസ് ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ റാഷണൽ എക്സ്പ്രഷൻസും എന്താകണമെന്നില്ല, പോളിനോമിയൽ ആകണമെന്നില്ല. പക്ഷെ എല്ലാ പോളിനോമിയലും എന്തായിരിക്കും, റാഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും. ഇനി അവസാനത്തെ ഒരു പോയിന്റ് ശ്രദ്ധിക്കാം. ഇതൊക്കെ എക്സ്പ്രഷൻസ് ആണ്. കാരണം √x + 2/1 - x, അത് ഇവിടെ √x ഉണ്ട്, ഇവിടെ √x ഉണ്ട്, ഇവിടെയും 2/3 എന്താണ്, 2/3 ഉണ്ട്. അപ്പോൾ ഇതൊന്നും എന്താണ്, പോളിനോമിയലേ അല്ല. ഓക്കെ അല്ലേ? ഇത് പോളിനോമിയൽ അല്ല. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ റൂട്ട് വന്നാൽ പോളിനോമിയൽ ആയിരിക്കില്ല എന്നുള്ളത്. അങ്ങനെ പോളിനോമിയൽ അല്ലാത്തത് എന്തിൽ വന്നു, അത് ന്യൂമറേറ്റർ ആയിട്ട് വന്നു. നമ്മൾ പറഞ്ഞു റാഷണൽ എക്സ്പ്രഷൻ്റെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽസ് ആയിരിക്കണം എന്നുള്ളത്. ഇതിൽ ന്യൂമറേറ്റർ എന്തല്ല, പോളിനോമിയൽ ഇല്ല, ഇവിടെയും പോളിനോമിയൽ ഇല്ല, ഇവിടെയും പോളിനോമിയൽ ഇല്ല. അങ്ങനെ പോളിനോമിയൽ അല്ലാതെ ന്യൂമറേറ്റർ വന്ന് P പോളിനോമിയൽ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല, റാഷണൽ എക്സ്പ്രഷൻ ആവില്ല. റാഷണൽ എക്സ്പ്രഷൻ ആകാനുള്ള കണ്ടീഷൻ എന്താണ്, Pയും Qയും എന്തായിരിക്കണം, സെപ്പറേറ്റ് ആയി എടുത്തു കഴിഞ്ഞാൽ പോളിനോമിയൽ ആയിരിക്കണം. ഇവിടെ എന്താണ്, P എന്നുള്ളത് √x ഉണ്ടായതുകൊണ്ട് പോളിനോമിയൽ ഇല്ല, ഇവിടെയും √x ഉണ്ടായതുകൊണ്ട് പോളിനോമിയൽ ഇല്ല എന്നുള്ളത്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ വരുന്നത് √x ഉള്ളത് അല്ലെങ്കിൽ a⁻2/3 വരുന്നതൊന്നും പോളിനോമിയൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പോളിനോമിയൽ ഇല്ലാത്തതുകൊണ്ട് എന്തുമല്ല, റാഷണൽ എക്സ്പ്രഷനും അല്ല. ഓക്കെ അല്ലേ? സെപ്പറേറ്റ് ആയി എടുത്തു കഴിഞ്ഞാൽ പോളിനോമിയൽ ആയിരിക്കണം. അതാണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയി എടുത്തു കഴിഞ്ഞാൽ പോളിനോമിയൽ ആയിരിക്കണം. ഓക്കെ അല്ലേ? ഒരുമിച്ച് കൂടിയാൽ ചിലപ്പോൾ പോളിനോമിയലാണ്. അതിന് ഉദാഹരണമാണ് 1/x എന്ന് ഒരുമിച്ച് എടുത്തപ്പോൾ അത് പോളിനോമിയൽ അല്ല, പക്ഷെ അതെന്താണ്, റാഷണൽ എക്സ്പ്രഷൻ ആണ്. കാരണം ഇതൊരു പോളിനോമിയലാണ്, ഇത് വേറെ പോളിനോമിയലാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് എന്താണ്, അത് റാഷണൽ എക്സ്പ്രഷൻ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ റാഷണൽ എക്സ്പ്രഷനും പോളിനോമിയൽ അല്ല. കാരണം ഇത് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ പോളിനോമിയൽ അല്ല, പക്ഷേ സെപ്പറേറ്റ് ആയി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, പോളിനോമിയലാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് അത് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എല്ലാ റാഷണൽ എക്സ്പ്രഷനും പോളിനോമിയൽ ആണെന്നില്ല, മറിച്ച് എല്ലാ പോളിനോമിയൽ എന്താണ്, റാഷണൽ എക്സ്പ്രഷൻ ആണ്. ഇനി താഴത്ത് പറയുന്നത്, അടിയിൽ അവസാനം പറയുന്നത് എന്താണ്, ഇത് ഓരോന്നും എന്തല്ല, റാഷണൽ എക്സ്പ്രഷൻ പോലുമല്ല. കാരണം ഇതിലെ ന്യൂമറേറ്റർ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് പോളിനോമിയൽ അല്ല. പോളിനോമിയൽ അല്ലാത്തത് കൊണ്ട് അതെന്തായിരിക്കില്ല, റാഷണൽ എക്സ്പ്രഷൻ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇതിൻ്റെ ന്യൂമറേറ്റർ പോളിനോമിയൽ അല്ല. ആ ന്യൂമറേറ്റർ പോളിനോമിയൽ അല്ലാത്തതുകൊണ്ട് ഇത് റാഷണൽ എക്സ്പ്രഷൻ അല്ല. കാരണം റാഷണൽ എക്സ്പ്രഷൻ ആകണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് കഴിഞ്ഞു. ബേസിക്സ് ആണ് റാഷണൽ എക്സ്പ്രഷൻ എന്നുള്ളത്. ഇനി ചെക്ക് യുവർ പ്രോഗ്രസ്, അതെന്താകാം, അതിൽ എല്ലാം ചെയ്തു തരാം. അത് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? എല്ലാം ചെയ്തു തരാം. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് ഓപ്പറേഷൻസ് ഓൺ റാഷണൽ
എക്സ്പ്രഷൻസ് ആണ്.